ക്രിസ്മസ് ഈവനിങ് അടിച്ചു പൊളിക്കാനായി നമ്മൾ കോവളം റിസോർട്ടിൽ റൂം എടുത്തു. റിസോർട്ടിലെ വിശേഷങ്ങൾ അറിയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ഈ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ബൈ മോട്ട് എന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ്. ബൈ മോട്ട് എന്നുള്ള ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. ആപ്പിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കോവളം ബീച്ച് റിസോർട്ടിലായിരുന്നു നമ്മുടെ സ്റ്റേ. റിസോർട്ടിനെ പറ്റി പ്രത്യേകിച്ചൊന്നും പറയാനില്ല. റൂംസൊക്കെ വളരെ നല്ലതായിരുന്നു. അതുപോലെ അവിടുത്തെ അറ്റ്മോസ്ഫിയറും വാഷ്റൂമും എല്ലാം സർവീസസ് എല്ലാം വളരെ നല്ലതായിരുന്നു. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. പിന്നെ പൂള് കാണിച്ചത് ഇവിടെ ബേബി പൂൾ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. സാധാരണ നമ്മൾ എല്ലാ റിസോർട്ടിലും പോകുമ്പോഴത്തേക്കും നമ്മുടെ പൂളിൻ്റെ കൂട്ടത്തിലാണ് ബേബി പൂൾ ഉള്ളത്. പക്ഷേ ഇത് ബേബി പൂൾ സെപ്പറേറ്റ് സെക്ഷൻ തന്നെയുണ്ട്. ഞാൻ മുമ്പ് സൺതാര റിസോർട്ടിൽ പോയപ്പോഴത്തേക്കുള്ള ബേബി പൂളൊക്കെ കാണിച്ചുള്ളത്. നമ്മുടെ പൂളിൻ്റെ കൂട്ടത്തിലാണ് ബേബി പൂൾ സെപ്പറേറ്റ് സെക്ഷനായിട്ടുള്ളത്. ഇത് സെപ്പറേറ്റ് പൂളായിട്ട് കുറച്ച് ഡിസ്റ്റൻസിലാണ് ഉള്ളത്. പിന്നെ ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഇവൻ മാത്രമാണ് കളിച്ചുകൊണ്ടിരുന്നത്. കുറച്ച് ലേറ്റ് ആയപ്പോൾ രാത്രി ആയപ്പോഴത്തേക്കും വേറെയും പല ഫാമിലിയിലെ റിസോർട്ടിൽ തന്നെ സ്റ്റേ ചെയ്യുന്ന പല ഫാമിലിയിലെയും കുഞ്ഞുങ്ങൾ വന്നു. അങ്ങനെ 3-4 പേര് ഒന്നിച്ച് കളിക്കുകയായി. അപ്പോൾ അവരൊരുപാട് എൻജോയ് ചെയ്തു. ഇനി റിസോർട്ടിലെ ഒരു ഇമ്പോർട്ടൻറ്റ് തിങ്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇവിടുത്തെ വലിയ ആൾക്കാരുടെ പൂളാണ്. ഇതുപോലെ ബേബി പൂളല്ല, വലിയ ആൾക്കാരുടെ പൂൾ കുറച്ച് ഡേഞ്ചറസ് ആയിട്ട് എനിക്ക് തോന്നി. നമ്മൾ നോർമലായിട്ട് എല്ലാ റിസോർട്ടിലും പോകുമ്പോഴത്തേക്കും നമ്മുടെ പകുതിയൊക്കെ വെള്ളം കാണത്തുള്ളൂ. അല്ലെങ്കിൽ കൂടിപ്പോയാൽ ചില റിസോർട്ടിലൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മുടെ കഴുത്തറ്റം വരെ വെള്ളമുണ്ട്. അത് നല്ല സേഫാണ്, നമുക്ക് കളിച്ചുകൊണ്ടിരിക്കാൻ, വീഴത്തൊന്നുമില്ല. സേഫായിട്ട് നമുക്ക് എത്ര മണിക്കൂർ വേണമെങ്കിലും പൂളിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്ക് ഇവിടെ തോന്നിയത്, ഇവിടെ ആണെങ്കിൽ കുറച്ച് ഡേഞ്ചറസ് പൂളായിരുന്നു. കാരണം നമ്മുടെ ഈ ഹാപ്പി ലാൻഡ്, വീഗാലാൻഡിലൊക്കെ വേവ് പൂളില്ലേ, കുറച്ച് അകത്തേക്ക് പോകുമ്പോഴത്തേക്കും ഹൈറ്റ് കൂടി വരില്ലേ, അതുപോലത്തെ ഒരു പൂളായിരുന്നു ഇവിടെ ഈ റിസോർട്ടിലെ വലിയ ആൾക്കാരുടെ പൂള്. ബേബി പൂളല്ല, വലിയ ആൾക്കാരുടെ പൂള്. എന്നുവെച്ചാൽ വേവ് പൂള് പോലെ അങ്ങ് ഏറ്റവും ലാസ്റ്റ് ഹൈറ്റ് കൂടുതലൊന്നല്ല, ഇതിൽ മിഡിലിനാണ് ഹൈറ്റ്. അതായത് 2 സൈഡും 4 ഫീറ്റാണ്, എന്നാൽ മിഡിൽ 8 ഫീറ്റോളം ഹൈറ്റ് ഉണ്ട്. അത് വളരെ ഡേഞ്ചറസ് ആണ്. വെള്ളമാകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തില്ല എത്ര ഹൈറ്റ് ഉണ്ടെന്നുള്ള കാര്യം. കാരണം കാണുമ്പോൾ ചെറിയ പൂളായിട്ട് തോന്നും, പക്ഷേ ഇറങ്ങുമ്പോൾ ഭയങ്കര ഹൈറ്റാണ്. പ്രത്യേകിച്ച് ഈ കുട്ടികളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഒരു സ്കൂൾ കുട്ടികൾ, അതായത് 5ാം ക്ലാസ്, 10ാം ക്ലാസ്, +2, 7th ഇങ്ങനെയൊക്കെ കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പിള്ളേരാണെങ്കിൽ നടുക്കോട്ടെടുത്തങ്ങ് ചാടും. അപ്പം എല്ലാവർക്കും പൂള് കാണുമ്പോൾ കളിക്കാനല്ലേ കുട്ടികൾക്കൊക്കെ ഇഷ്ടം. അപ്പോഴത്തേക്ക് നേരെ നടുക്കോട്ട് ചാടുമ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ചാൽ അവർക്ക് നിൽക്കാൻ പറ്റത്തില്ല. 8 ഫീറ്റ് ആകുമ്പോഴത്തേക്കും വലിയ ആൾക്കാർക്ക് പോലും 6 ഫീറ്റ് ആയിട്ടുള്ള ആളുകൾ പോലും മുങ്ങിപ്പോവും. അപ്പോൾ അത്രയ്ക്ക് ഡേഞ്ചറസ് ആയിട്ടൊരു പൂളായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. അതുകൊണ്ടൊന്ന് പറഞ്ഞതാണ്. നിങ്ങളൊക്കെ ഏതെങ്കിലുമൊക്കെ റിസോർട്ടിൽ പോകണമെങ്കിൽ കയറി നടുക്കോട്ടങ്ങ് ചാടരുത്. അല്ലെങ്കിൽ സൈഡിൽ അവിടുത്തെ ആൾക്കാരോട് ചോദിച്ചിട്ട് മാത്രം ഇറങ്ങിയാൽ മതി. പ്രത്യേകിച്ച് ഈ കുട്ടികളൊക്കെ, സ്കൂൾ കുട്ടികളൊക്കെ ഉള്ളപ്പോഴത്തേക്കും ഒരു രക്ഷ ഉണ്ടാവില്ല, പിള്ളേരെടുത്തങ്ങ് ചാടും. അപ്പോൾ അതങ്ങ് സൂക്ഷിച്ചോണം. നമുക്കങ്ങനൊരു പണി കിട്ടി. എല്ലാവർക്കും ഒരു ഇൻഫർമേഷൻ ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ഒരു പോൾ വീഡിയോ ചെയ്തത്. പലർക്കും ഇത് യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു. കാരണം ഇപ്പോൾ എല്ലാവരും കറങ്ങി നടക്കുവാണ്. നമ്മുടെ നാട്ടിലും പുറത്തുമൊക്കെ ആയിട്ട് എല്ലാവരും എപ്പോഴും ട്രിപ്പാണ്. പല റിസോർട്ടിലും താമസിക്കും, മിക്ക റിസോർട്ടിലും പൂളുണ്ടാവും. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേക്കാം. ഓക്കെ ദെൻ, താങ്ക് യു.